പ്ലേറ്റ്ലെറ്റ്സ് ഫോം ചെയ്യുന്നത് മെഗാ കാരിയോസൈറ്റിൽ നിന്നാണ്. ഓക്കെ, മെഗാ കാരിയോസൈറ്റിന്റെ ഫ്രാഗ്മെന്റേഷൻ മൂലമാണ് എന്തുണ്ടാവുന്നത്? പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാവുന്നത്. ഇതിന്റെ കൗണ്ട് NCERT പറഞ്ഞിരിക്കുന്നത് 1,50,000 മുതൽ 3,50,000 വരെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പെർ മില്ലിമീറ്റർ ക്യൂബ്. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്ലേറ്റ്ലെറ്റ്സിനെ ത്രോംബോസൈറ്റ് എന്നും പറയുന്നുണ്ടല്ലോ. നിങ്ങളൊന്ന് ഗസ് ചെയ്തേ, ത്രോംബോസൈറ്റോപീനിയ എന്തായിരിക്കും? ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ത്രോംബോസൈറ്റോപീനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇതിൻ്റെ നമ്പർ ഡിക്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ ത്രോംബോപോയറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോർമോണാണ് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫോർമേഷന് എന്ത് ചെയ്യുന്നത്? റെഗുലേറ്റ് ചെയ്യുന്നത്. ഈ ത്രോംബോപോയറ്റിൻ ഉണ്ടാകുന്നത് എവിടെയാണ്? ലിവറിലാണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി ഉണ്ട്. അതായത് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ നമ്പർ കുറയുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഒരു സിംറ്റംസ് കാണും. ആ സിംറ്റമിനെ പറയുന്ന പേരാണ് പർപ്യൂര. ഓക്കെ.